പിന്നെ ചില 2 കുട്ടികളുണ്ടെങ്കിൽ മുതിർന്ന കുട്ടി ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കും. എനിക്ക് വാരിത്താ, എൻ്റെ വായിൽ വെച്ച് താന്ന് പറയും ഭക്ഷണം. അപ്പോൾ നമ്മളെ ഉമ്മമാർ പറയും, ഭക്ഷണം കഴിക്കാൻ മടിയാണ്, ഞാൻ വായിൽ കൊടുത്താൽ കടിക്കും. പിന്നെ ചെറിയ കുട്ടിയെ ഇപ്പോൾ എത്ര വലുതായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടിയെ ചീത്ത പറയും. യഥാർത്ഥത്തിൽ ആ കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? ചെറിയ അനുജത്തിക്ക് ഉമ്മ വായിൽ കൊടുക്കുകയും പിന്നെ എല്ലാം വാരി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എനിക്കും കിട്ടണം ഉമ്മാൻ്റെ സ്നേഹം, വാരി കൊടുക്കുക എന്നുള്ളത് എന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കൂല, നമ്മൾ ചീത്ത പറയും. അങ്ങനെ കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും ശീലമാക്കണം എന്നല്ല, ഈ മുതിർന്ന കുട്ടികൾക്ക് നമുക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാം. അത് വലിയ ഒരു സ്നേഹം ഉണ്ടാക്കാനും കുട്ടികൾക്ക് തിരിച്ചു നല്ല സ്നേഹം ഉണ്ടാകുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് യാതൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ബാഗ് പിടിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ പിന്നെ ഇപ്പോൾ ചിലപ്പോൾ വെള്ളം എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ മാത്രം ഈ ഹൈ കമാൻഡിങ് പവറിൽ ഇരുന്നു കൊണ്ട് കുട്ടികളോട് കൽപ്പിക്കുക, അതെടുക്കുക ഇതെടുക്കുന്നതിന് പകരം നമുക്കും കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു മാറ്റവും സ്നേഹവും കുട്ടികൾക്ക് തിരിച്ചുണ്ടാവും, അനുസരണ ഉണ്ടാവും.